എനിക്ക് സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം 120 മുതൽ 134 വരെയുള്ള സോങ് ഓഫ് അസെൻറ്റ് എന്ന് പറയുന്ന ആരോഹണ ഗീതം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിലെ 121 സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ. അച്ഛൻ അതിന് പറഞ്ഞിരിക്കുന്നത്, നിനക്ക് യഹോവയുടെ കാവലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന 1-ാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിൻ്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിൻ്റെ പരിപാലകനാണ്. യഹോവ നിൻ്റെ വലതുഭാഗത്ത് നിൻ്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിൻ്റെ പ്രാണനെ പരിപാലിക്കും. 8-ാമത്തെ വാചകം, യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ 8 വാചകങ്ങൾ ഈ 121-ാം സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ്. എന്തൊരു കരുത്താണ് ഇത് തരുന്നത്. ചിലപ്പോൾ ചോദിക്കും സഹപ്രവർത്തകർ, എന്താണ് ഇത്ര കോൺഫിഡൻസ്? ഈ ആത്മവിശ്വാസത്തെ ചിലർ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. കാരണം ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കരുത്താണ്. അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ്. നമ്മൾ